ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്നത്. കണ്ടില്ലേ ഞങ്ങളുടെ വണ്ടിക്ക് കിട്ടിയ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ തെലങ്കാനയിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടിക്കൊരു ചെറിയൊരു വൈബ്രേഷൻ പോലെ തോന്നി, ഒരു മിസ്സിങ് എന്താണെന്നറിയത്തില്ല. അപ്പം എന്താണ് ഇനിയിപ്പോൾ എയറിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫ്രണ്ട് ടയറിൽ ഒരു വിള്ളൽ. അത് ഏകദേശം പൊട്ടാനുള്ള അവസ്ഥയായി. നമ്മൾ തക്ക സമയത്ത് കണ്ടതുകൊണ്ടിട്ട് നമുക്കത് മാറ്റിയിടാൻ വേണ്ടി പറ്റി. ഇനി എക്സ്ട്രാ ഒരു പുതിയ ടയറും കൂടെ നമുക്കിനി മേടിച്ചിടണം. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. ഇവിടെയുള്ള ഒരു ഫേമസ് ഹോട്ടലാണിത്. അവിടെ വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ടയർ മാറ്റിയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ ലഗേജുകൾ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വന്നു. കണ്ടോ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുമ്പോൾ അവിടെ അകത്ത് 2 പേര് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് സുഖിച്ചിരിക്കുക. പിന്നെ അവനെ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചു എന്ന കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ ടയറെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീൽ കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ടൈ ഇല്ല. അങ്ങനെ പിന്നെ ടൈ അന്വേഷിച്ചുള്ള നടപ്പായി. അവിടെ എങ്ങും ഒരു ഷോപ്പിലും നമുക്ക് ടൈ അവൈലബിൾ അല്ല. അവരോട് ടൈ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കെട്ടുന്ന നമ്മൾ കഴുത്തിൽ കെട്ടുന്ന ടൈ ആണോ എന്ന് അവർ ചോദിക്കുന്നത്. പിന്നെ അതൊരു ഇലക്ട്രിക് ഷോപ്പിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് തപ്പി ഒടുവിൽ നമ്മൾ കണ്ടെത്തി. അതെ, ഇലക്ട്രിക് ഷോപ്പ്, ഇലക്ട്രിക്കൽ. ഫൈനലി അപ്പൊ ഇങ്ങനെ എല്ലാം സെറ്റ് ആയില്ലേ? എല്ലാം നമ്മുടെ അങ്ങനെ സെറ്റായി. നമ്മുടെ യാത്ര റെഡ് ബുള്ളും കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. Hello guys. പോവാ നമുക്കെന്നാ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ചു നോക്കണേ. നമുക്ക് പോവാം. കൂട്ടുകാരെ, അങ്ങനെ ഹൈദരാബാദിന്ന് വിട വാങ്ങുകയാണ്. നല്ല വെയിലുണ്ടല്ലോ ഇവിടെ. അതെ, നല്ല വെയിലുണ്ട് ഇവിടെ. ആരും വരാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ വേഗം. വെയില് വാരണ മുന്നിൽ ഇവിടെയും പഴം. നമ്മളൊന്ന് ഈ വഴിയൊക്കെ പോയായിരുന്നു അന്ന് വന്നപ്പോഴത്തേക്കും. ഇത് നാമ്പള്ളി തന്നെയാണല്ലേ? ഇറാനി ചായ്, ഇറാനി ചായ് ആൻഡ് ബേക്കറി. തബന്ത. അത് ഓടി വരുമ്പോഴേ ശരിയാവുള്ളൂ. അതിടാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. രസമല്ലേ? എന്താ വലിയ വലിയ ബിൽഡിങ്സ്. ഹൈടെക് സിറ്റി നിനക്ക് കാണാൻ പറ്റില്ല.
കണ്ടതില്ല ഞാൻ ഒന്നുരുക്കി വെച്ച പെൺമുഖം എന്നുവരെ കണ്ടതില്ല ഞാൻ ഒന്നുരുക്കി വെച്ച പെൺമുഖം വിണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൂട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ ഇത് ഹൈടെക് സിറ്റിയിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നത്. അതന്നെ അതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മള് പോണേ. ഇവിടെ പോകാൻ വഴിയിലൊന്നും അപ്പൊ അതും കാണാൻ നമുക്കിന്ന്. ഹൈദരാബാദിന്റെ രണ്ട് മുഖങ്ങള്. ഇവിടത്തെ സാധാ ആൾക്കാർ താമസിക്കുന്ന ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങൾ, മറ്റൊരു ഭാഗത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ, എല്ലാം ഒരു ഫ്രെയിമില്. ഹലോ, ട്രാഫിക് ഉണ്ടല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എന്തായാലും അത് എങ്ങനെയുണ്ട് ഇന്നു? കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുവല്ലേ ഒരുപാട്. എന്താ ഹൈറ്റ്! മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. 8 വരിയല്ലേ? 8 വരി പാത. നല്ല വെയിലുണ്ട്, പൊള്ളണ ചൂടാ. എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ലേ? എന്താ ചെയ്യണേ? ഷവർമയാ? ഇമ്രാനാ? ചോക്കോ പയ്യ? ഇമ്രു
അപ്പൊ ഇവര് ഇന്നോണ്ടിരിക്കും. അങ്ങനെ നമ്മളിപ്പോ NH44 കയറി. ഇവിടെ NH44 പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും ബ്ലോക്കാണ്. റൂട്ടൊക്കെ കുറെ മാറ്റി വിടുന്നുണ്ട്. ഇതിപ്പോ സ്ട്രെയിറ്റ് ടു നാഗ്പൂർ. അങ്ങനെ നാഗ്പൂർ ഹൈവേ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇതാ ഉച്ചക്കത്തെ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ചോറ് അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമ്മുടെ ഷെഫ് ഇർഫാൻ എന്താ ഉണ്ടാക്കുന്നത് നോക്കാം. എന്താണോ ഇന്നത്തെ സ്പെഷ്യൽ? തൂണക്കറി. ടൂണ ടൂണ കറിയും റൈസും അല്ലേ? എന്താ വൈബ് നോക്കിയേ. ഹൈവേയുടെ സൈഡിൽ ഇരുന്നിട്ട് കുക്ക് ചെയ്ത്. വേഗമാവട്ടെ വിശക്കണ്. ഷടപടാന്ന് പറഞ്ഞു. കുട്ടികൾ ഇവിടെ രണ്ടും. ഇന്നു ഇമ്രാൻ ഗെയിം അവർ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നടക്കില്ല. സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. ഇത് കഴിഞ്ഞില്ലേ? പടിനേരം കുപ്പിതോ അതാ പൂതോ. പുറകെ ട്രാക്ടർ വരുന്ന. പൊടി വറക്കാണ്ട് നോക്കണേ. കുക്കറിൽ ചൂള വന്നില്ലല്ലോ. കുക്കറുണ്ട്. ഈ ഒരു ഗ്യാസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോരം പാടുപെട്ട് എന്തോരം സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടാണ് കിട്ടിയ ഗ്യാസ്. ഒടുവിൽ നമ്മൾ ഒപ്പിച്ചല്ലേ. സുപ്രീം കോടതിന്റെ പുതിയ നിയമമുണ്ട്, ഭർത്താക്കന്മാര് പണിയെടുക്കണമെന്ന്. അതാണ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ വിസില് തന്നു. എന്താ വേണ്ടേ? ഉപ്പ് തരാലോ. അങ്ങനെ നമ്മുടെ ടൂണക്കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. മണമുണ്ടോ? അടിപൊളി. ഷെഫ് ഇർഫാൻ. നല്ല രസമുണ്ട് കാണാൻ. ചോറ് എന്തോന്നാവോ? ഹോണടിക്കും. അവര് വെറുതെ ചെയ്യാൻ
എത്തി? എവിടെയോ എത്തി. ഇങ്ങനെ നീണ്ട് കിടക്കുന്ന പാത. ഇതാണ് ഡാം. ഡാമാണോ? റൈറ്റ് സൈഡിൽ ഡാമല്ല, റെയിൽവേ ക്രോസിംഗ്. രണ്ടിലെ വഴി കിടക്കുന്നേ. എവിടെ എത്തിയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലൊക്കെ എത്തും. നാഗ്പൂര് 316 കിലോമീറ്റർ. ടോയ്ലറ്റ് കോംപ്ലക്സ്. ഹൈവേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മരം കാണാൻ നല്ല രസമില്ല. ഫുള്ള് മഞ്ഞ, പച്ചയും മഞ്ഞയും. രസം. കല്ലുകളുടെ മല. കല്ലുകൾ ഇങ്ങനെ കൂട്ടി 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 അടക്കി അടക്കി വെച്ചേക്കണ പോലെ അല്ലേ? ഇത് നോക്കിയേ. ഇങ്ങനെ കുന്നു കൂടി ഇട്ടേക്കണ പോലെ.
അങ്ങനെ നാഗ്പൂർ സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. നാഗ്പൂർ സിറ്റി എത്തിയിട്ടില്ല, എത്താൻ ഏകദേശം ഒരു 5 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളു. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെയാണ് സ്റ്റേ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സിറ്റിയാണ് നാഗ്പൂർ. നാഗ്പൂർ സിറ്റി, അതേ എയർപോർട്ട്. ശരി, ഇത് എയർപോർട്ടായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഉള്ളിലേക്ക് ഒരുപാട് ഉണ്ടാവുമായിരിക്കും. എന്താ രസമല്ലേ, ദ ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ, നാഗ്പൂർ. സിഗ്നൽ പുറത്ത് നല്ല കാറ്റുണ്ട്. ഞാൻ പൂക്കള് വീഴണോക്ക് എന്തോരാ. നമ്മളിപ്പോ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ये शूट नहीं चाहिए था हमारे पास।